ഹായ് ഹലോ ആൾ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്ലസ് ടുവിലെ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് തിയറി അല്ലേ. തിയറിയും പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലും തിയറി ക്വസ്റ്റ്യൻസ് വരാനും സാധ്യതയുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ തിയറി ഏതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്തായാലും കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ വരുന്ന ടോപ്പിക്സ് എല്ലാം നമ്മൾ ഇവിടെ ഒന്ന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്ന മോസ്റ്റ്ലി എല്ലാ ടോപ്പിക്സും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. അതായത് ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് മെയിൻലി വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് എന്ത് മാക്രോ ആൻഡ് മൈക്രോയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്സിനൊക്കെ ആയിരിക്കും വരിക. ബട്ട് ആ ഒരു 3 മാർക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ 3 മാർക്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മൈക്രോ എന്ന് നമ്മൾ പറഞ്ഞു. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എപ്പോഴും അത് ഇൻഡിവിജ്വൽസ് ആണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. എന്നാൽ മാക്രോ പറയുമ്പോൾ അവിടെ അഗ്രിഗേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് നമ്മൾ മൈക്രോയിലേക്ക് വരുന്ന സമയത്ത് അവിടെ പാർഷ്യൽ ഇക്വിലിബ്രിയം ആണ്. എന്നാൽ മാക്രോയിൽ വരുമ്പോൾ എന്താ വരുന്നത്, ജനറൽ ഇക്വിലിബ്രിയം ആണ്. ആൻഡ് മെയിൻലി മാക്രോ ആൻഡ് മൈക്രോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളടുത്ത് എപ്പോഴും എക്സാമ്പിൾ പറയാറുള്ള ഒരു കാര്യം എന്താണ്, മൈക്രോ എന്ന് പറയുമ്പോൾ അതൊരു വോംസ് ഐ വ്യൂ പോലെയാണ് അല്ലേ. ഒരു കുഞ്ഞു വോംസിൻ്റെ ഐ വ്യൂ എങ്ങനെയായിരിക്കും, അത്രയും എന്താ പറയുക ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും അത് കാണുക. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഡീറ്റെയിലിങ്ങോട് കൂടിയായിരിക്കും കാണുക. എന്നാൽ മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ബേർഡ്സ് ഐ വ്യൂ ആണ്. അത് നമ്മൾ ആകാശത്ത് പറന്നു പോകുന്ന പറവ എങ്ങനെയാണോ ഈ ഒരു ഹോൾ വേൾഡിനെ എർത്തിനെ കാണുന്നത് എന്നുള്ളതാണ് എന്ത് നമ്മൾ മാക്രോയിൽ വരുന്നത്. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കി വെക്കുക. മാക്രോ ഏതാ മൈക്രോ ഏതാ എന്ന് നിങ്ങളുടെ അടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും മേ ബി ക്വസ്റ്റ്യൻ വന്നേക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഡിമാൻഡ് ഫോർ എ പെൻ, അതുപോലെ ഒരു പേഴ്സൻ്റെ സാലറി, ദെൻ യൂട്ടിലിറ്റി കോസ്റ്റ് എക്സെട്രാസ്, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ് മൈക്രോയിൽ വരുന്നതാണ്. എന്നാൽ മാക്രോയിലേക്ക് വരുമ്പോൾ നമ്മൾ നാഷണൽ ഇൻകവും അഗ്രിഗേറ്റ് ഡിമാൻഡും ഇൻഫ്ലേഷൻ മണി സപ്ലൈ പോലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ വരിക. അപ്പോൾ മാക്രോ ആൻഡ് മൈക്രോയുടെ ഡിഫറൻസ് നിങ്ങൾ എന്തായാലും പഠിക്കണം. അതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് സെക്ടേഴ്സ് ഇൻ ആൻ ഇക്കോണമി. ഇത് മോസ്റ്റ്ലി കണ്ടിട്ടുള്ള 2 മാർക്സിന് ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അതായത് വാട്ട് ആർ ദ സെക്ടേഴ്സ് ഇൻ ആൻ ഇക്കോണമി, ഏതൊക്കെയാണ് അത് ലിസ്റ്റ് ഡൗൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഫേംസ്, ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറഞ്ഞിട്ട് അത് ലിസ്റ്റ് ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു 3 മാർക്സിനൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊരു 1 സെൻറ്റൻസ് എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കുക. ഫേം എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ഈ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്, കൺസംഷൻ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെഗുലേറ്ററി ബോഡി ഓഫ് ദി ഇക്കോണമിയാണ്, ഇക്കോണമിയുടെ ഒരു റെഗുലേറ്ററി ബോഡിയാണ്. ആൻഡ് ദെൻ ഫൈനലി എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഡൊമസ്റ്റിക് ഇക്കോണമിയും അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ദ വേൾഡ് അല്ലെ, ഡൊമസ്റ്റിക് ഇക്കോണമിയും റെസ്റ്റ് ഓഫ് ദ വേൾഡും തമ്മിലുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ സെക്ടറിൽ വരുന്നത്. അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും മുതലായ കാര്യങ്ങളാണ് എന്ത് എക്സ്റ്റേണൽ സെക്ടറിൽ വരുന്നത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ. 2 മാർക്സിനാണ് ഏറ്റവും കൂടുതൽ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. പിന്നെ വരുന്നത് എന്താണ്, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നാഷണൽ ഇൻകം മെഷർമെൻറ്റിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ 2 സെക്ടർ ഇക്കോണമി. അത് നമ്മൾ 2 സെക്ടർ ഇക്കോണമിയിലാണ് നമ്മൾ ആക്ച്വലി സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം കാണുന്നത്. അതിൽ ഫേമും ഹൗസ് ഹോൾഡിനെയും മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ ഒരു ഇത് വരയ്ക്കാനും നിങ്ങൾ പഠിക്കണം, ഓരോന്ന് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ എക്സാമിന് ഇത് 4 മാർക്സിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർ റിലേഷൻഷിപ്പ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡൻസ് എമംഗ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി. ഇക്കോണമിയിൽ തന്നെയുള്ള ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്പ് അഥവാ ഇന്റർ ഡിപ്പെൻഡൻസിനെയാണ് എന്ത് പറയുന്നത്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഈ ഹൗസ് ഹോൾഡ്സ് ഉണ്ടല്ലോ, ആദ്യം ഹൗസ് ഹോൾഡ്സ് എന്ത് ചെയ്യുന്നു, ഫാക്ടർ സർവീസസ് ആർക്ക് കൊടുക്കുന്നു, ഫേംസിന് പ്രൊവൈഡ് ചെയ്യുന്നു, ലേബർ പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് ഫാക്ടർ പേയ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫേം തിരിച്ചും കൊടുക്കുന്നുണ്ട് അല്ലെ. ഫാക്ടർ പേയ്മെന്റ് ഫേം എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചും കൊടുക്കുന്നുണ്ട് അവർക്ക്. അതിനുശേഷം ഈ തന്നിട്ടുള്ള ഫാക്ടർ സർവീസസ് ഉപയോഗിച്ചിട്ട് ഫേംസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫേം തിരിച്ച് ആർക്ക് തന്നെ കൊടുക്കും, ഹൗസ് ഹോൾഡ്സിന് തന്നെ വിൽക്കും. എന്നിട്ട് ആ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫേംസിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അതിനുള്ള പേയ്മെന്റ് തിരിച്ച് ഫേമിന് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത്രയുമാണ് ഈ പറയുന്ന സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ നടക്കുന്നത്. ഇതിനെ തന്നെ നമ്മൾ ഈ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് റിയൽ ഫ്ലോ, മണി ഫ്ലോ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത് പറയാം. അപ്പോൾ റിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇവിടെ ഈ പറഞ്ഞേക്കുന്ന ഫാക്ടർ സർവീസസ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞേക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫ്ലോ, ഇതൊക്കെ എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് പറയുക, റിയൽ ഫ്ലോ എന്ന് പറയാം. മണി ഫ്ലോ എന്ന് പറയുമ്പോൾ ടേം മീൻ ചെയ്യുന്നത് പോലെ തന്നെ എന്താണ്, ക്യാഷ് പേയ്മെൻറ്റ് നടക്കുന്നുണ്ടല്ലോ, അതായത് ഫാക്ടർ പേയ്മെൻറ്റും അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസും നടക്കുന്നുണ്ടല്ലോ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, മണി ഫ്ലോ എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ
എക്സാമ്പിളാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് മോസ്റ്റ്ലി 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ വന്നേക്കാവുന്ന ഒരു ഏരിയ ആണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്താന്നുള്ളത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കും. മേ ബി നിങ്ങളുടെ അടുത്ത് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാം, 2 മാർക്സിന് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് അതിൽ ഏതാണ് സ്റ്റോക്ക് ഏതാണ് ഫ്ലോ എന്ന് ഐഡന്റിഫൈ ചെയ്യൂ എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ വരാം. ഈ 2 രീതിയിലാണ് കാണാറുള്ളത്. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ആൻ ഇക്കണോമിക് വേരിയബിൾ വിച്ച് ഇസ് മെഷേർഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്തിട്ടുള്ള ഒരു ഇക്കണോമിക് വേരിയബിളിന്റെ ക്വാണ്ടിറ്റിയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് സ്റ്റോക്കാണ്. ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പീരീഡ് ഓഫ് ടൈമിൽ, അതായത് ഇപ്പം കഴിഞ്ഞ 1 വീക്കിൽ എന്ത് സംഭവിച്ചു, കഴിഞ്ഞ 1 ഇയറിൽ എന്തുണ്ടായി എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്ലോ എന്ന് പറയുക. അപ്പം സ്റ്റോക്കിന് എന്തില്ല? ഒരു ടൈം ഡയമെൻഷൻ ഇല്ല, പക്ഷേങ്കിൽ ഫ്ലോയിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈം ഡയമെൻഷൻ ഉണ്ട്, ഇന്ന പീരീഡിൽ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ്, എന്നാൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ അതൊരു ഡൈനാമിക് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ സപ്ലൈ ഓഫ് മണി, ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ഇപ്പം ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക്, വെൽത്ത് ക്യാപിറ്റൽ, വാട്ടർ ഇൻ എ ടാങ്ക്, അല്ലേ? ഒരു ടാങ്കിൽ എത്ര വെള്ളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് ടാങ്കിൽ എത്ര വെള്ളം ഉണ്ട് അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളത് പറയുക, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് നമ്മുടെ ഈ പറയുന്ന സ്റ്റോക്കിൽ വരുന്നത്. ദെൻ ഫ്ലോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ എക്സ്പോർട്ട് ഇമ്പോർട്ട്, കഴിഞ്ഞ കുറച്ച് കാലത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ. വാട്ടർ ഇൻ എ റിവർ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണത്, വാട്ടർ ഇൻ എ റിവർ. അപ്പോൾ ഒരു റിവറിൽ എത്ര വെള്ളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ ഇപ്പം എത്ര ഉണ്ട് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, അത് ഫ്ലോയിങ് ആണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ഒരു ലെവലിലാണ് വെള്ളമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? സോ അതിന് പറ്റിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പോൾ വാട്ട് ഇസ് സ്റ്റോക്ക് ആൻഡ് വാട്ട് ഇസ് ഫ്ലോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ പോർഷൻസിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ എക്സാമിന്. അത് 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ഒരു ഏരിയന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകത്തിലായിരിക്കും. നാഷണൽ ഇൻകം മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയെന്ന് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ 3 മെത്തേഡ്സുമാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നാഷണൽ ഇൻകം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് ഓരോ മെത്തേഡായിട്ട് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇല്ലേ, ഇതിനെല്ലാം കൂടെ ചേർത്ത് ആഡ് ചെയ്തിട്ട് ടോട്ടൽ എത്ര വരുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡിൽ ചെയ്യുന്നത്. അതായത് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് വരുന്ന എപ്പോഴാണ്? ഇപ്പോൾ ഈ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാം നമ്മൾ ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എല്ലാ ഫൈനൽ ഗുഡ്സും എടുക്കുമ്പോൾ ചില കമ്പനീസിൻ്റെ, ചില ഇൻഡസ്ട്രിയിൽ ചില കമ്പനീസിൻ്റെ ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയുടെ റോ മെറ്റീരിയൽ ആയിരിക്കാം, അല്ലേ? നമ്മൾ അത് ഫൈനൽ ഗുഡ് ആയിട്ട് എടുക്കുമ്പോൾ ഇതേ ഗുഡ് തന്നെ മറ്റൊരു കമ്പനിയുടെ റോ മെറ്റീരിയൽ ആണെങ്കിൽ അവരുടെ ഫൈനൽ ഗുഡ്സ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന് ഈ ഒരു കമ്പനിയുടെ ഫൈനൽ ഗുഡും മറ്റൊരു കമ്പനിയുടെ റോ മെറ്റീരിയലും ആവുന്ന ഗുഡ്സിനെ നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഡബിൾ കൗണ്ടിങ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നേക്കാം, അതായത് മൾട്ടിപ്പിൾ കൗണ്ടിങ് അവിടെ വരുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആഡഡ് മോർ ദാൻ വൺസ് ഇൻ ദി കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകത്തിനാണ് നമ്മൾ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ഡബിൾ കൗണ്ടിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന വാല്യൂ ആഡഡ് ഓർ ഗ്രോസ് വാല്യൂ ആഡഡ് കാണുന്നത്. ഈ പ്രോഡക്റ്റ് മെത്തേഡിൽ വാല്യൂ ആഡഡ് ഓർ ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ ആഡഡ് ഓർ ഗ്രോസ് വാല്യൂ ആഡഡ് എങ്ങനെ കാണുക? നമ്മൾ ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എത്രയാണോ അതിൽ നിന്ന് ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ കൺസംഷൻ അങ്ങ് ഒഴിവാക്കിയാൽ മതി, അല്ലേ? അത് ഒഴിവാക്കാം. പിന്നെ അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടിട്ട് അതിൽ നിന്നാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മാർക്കറ്റ് പ്രൈസും ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഡിഫറെൻറ്റ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 സ്റ്റെപ്സ് ആണല്ലോ. ഫസ്റ്റ് നമ്മൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണണം. ദെൻ ആ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നും ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ ലെസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ ആഡഡ് കാണണം സെക്കൻഡ് സ്റ്റെപ്പിൽ. ആൻഡ് തേർഡ് സ്റ്റെപ്പിൽ ഈ പറയുന്ന ഗ്രോസ് വാല്യൂ ആഡഡ് എല്ലാം കൂടെ ചേർത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ GDP കാണണം. ഓക്കെ, ഇത്രയുമാണ് അതിൽ വരുന്നത്. പിന്നെ ഇൻകം മെത്തേഡ് വരുന്നുണ്ട്. ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ ദിസ് മെത്തേഡ് നാഷണൽ ഇൻകം ഇസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ടുഗെദർ ഓൾ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഇൻകം മെത്തേഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ് മുതലായ കാര്യങ്ങളാണ് എന്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിന് കിട്ടുന്ന റിട്ടേൺ എന്താണ്? അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇൻകം മെത്തേഡിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആഡിങ് ടുഗെദർ ഓൾ ദ ഫാക്ടർ ഇൻകം റിസീവ്ഡ്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫാക്ടർ ഇൻകം. അപ്പോൾ ഫാക്ടർ ഇൻകം എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഈ പറയുന്നത് പോലെ നമ്മൾ ലാൻഡ് നോക്കുന്ന സമയത്ത് ലാൻഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലാൻഡിൽ നിന്ന് നമുക്ക് റെൻറ്റ് കിട്ടും, അല്ലേ? റെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ലേബർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലേബർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും?
വേജസ് കിട്ടും അല്ലേ. ലേബറിന് എന്താണ്, നമ്മൾ ജോലിക്ക് അവർക്ക് കൊടുക്കുന്ന ഇൻകം എന്ന് പറയുന്നത് എന്താണ്, വേജസ് ആണ്. ലേബർ എടുത്തു കഴിഞ്ഞാൽ വേജസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ക്യാപിറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. ക്യാപിറ്റൽ എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഓൺടർപ്രണർഷിപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇൻകം മെത്തേഡിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ R plus V plus I N plus P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെൻറ്റ് പ്ലസ് വേജസ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക്, ഇസ് ഈക്വൽ ടു GDP എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻകം മെത്തേഡിൽ കാണാം. അപ്പോൾ ഇൻകം മെത്തേഡിലെ 2 സ്റ്റെപ്സ് ആണ്. ആദ്യം നമ്മൾ ഈ പറയുന്ന ഫാക്ടർ പേയ്മെന്റ്സ് എല്ലാം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക, ഫേമിന്റെ ഫാക്ടർ പേയ്മെന്റ്സ് അതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇൻകം മെത്തേഡിൽ വരാൻ. ഇനി ഫൈനലി നമുക്ക് വരുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കൂടുതലും പ്രോബ്ലംസ് വരാറുള്ളത് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിന്റെ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിന് നമ്മൾ മറ്റ് 2 പേരും കൂടി പറയും, ഇൻകം ഡിസ്പോസൽ മെത്തേഡ് അഥവാ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്. അപ്പോൾ അതും ഓർത്ത് വെക്കുക, കൺഫ്യൂസ്ഡ് ആവരുത്. ഇൻകം ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞാലും കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാ ഫൈനൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ നമ്മുടെ GDP കാണുന്നത്. അപ്പോൾ ഫൈനൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, കൺസംഷൻ എക്സ്പെൻഡിച്ചർ വരും, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ വരും, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വരും. അതുപോലെ തന്നെ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതും പിന്നെ അതുപോലെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണല്ലോ അല്ലേ. ആ ഡിഫറൻസിനാണ് നമ്മൾ നെറ്റ് എക്സ്പോർട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ കൊടുക്കണം. 8 മാർക്കിന് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ഒരു ഏരിയ നോക്കി വെക്കുക കേട്ടോ, ഇത് ആക്ച്വലി പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതേ കാര്യങ്ങൾ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്, NDP വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതായത് ഗ്രോസ് വാല്യൂ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്നും നിങ്ങൾക്ക് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രോസിൽ നിന്ന് നെറ്റിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഡെപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ മതി. അതായത് നിങ്ങൾക്ക് തന്നേക്കുന്ന GDPയിൽ നിന്ന് നിങ്ങൾ ഡെപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടും. അതേ സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഈ അല്ലെങ്കിൽ ഇപ്പോൾ NDP കിട്ടി. ഓക്കെ, നമുക്കിപ്പോൾ NDP ആണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. NDP ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തിലേക്ക് പോകണം, നിങ്ങൾക്ക് NNPയിലേക്ക് പോകണം. ഓക്കെ, NNPയിലേക്ക് പോകണം എന്ന് വിചാരിക്കുക. അപ്പോൾ NNP എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൊമസ്റ്റിക്കിൽ നിന്ന് നിങ്ങൾക്ക് നാഷണലിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ എങ്ങനെയായിരിക്കും, പ്ലസ് എന്ത് ചെയ്യുക, NFIA ചെയ്യുക. ഇനി അല്ല നിങ്ങളുടെ കയ്യിൽ NDP, നിങ്ങളുടെ കയ്യിൽ NNP ഉണ്ട്, NDP കിട്ടേണ്ടതെന്ന് വെച്ചാൽ NFIA നിങ്ങൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. NFIA എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, NFIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആണ്. എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഓക്കെ, അതാണ് NFIA. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസിൽ വാല്യൂ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാക്ടർ കോസ്റ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, NIT നിങ്ങൾ മൈനസ് ചെയ്താൽ മതി. NIT മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, NIT എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എന്തായാലും നോക്കി വെക്കുക. അത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് പോലെ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്കുള്ളത് ഇതും പ്രോബ്ലവും തിയറിയും വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. GDPയിൽ നോമിനൽ GDP, റിയൽ GDP. അപ്പോൾ ഓർത്ത് വെക്കേണ്ട എത്രയേ ഉള്ളൂ, റിയൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് സെറ്റ് ഓഫ് പ്രൈസസ് അഥവാ ബേസ് ഇയർ പ്രൈസസ് ആയിരിക്കും. നോമിനൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ട് ഇയർ പ്രൈസസ് ആയിരിക്കും. നോമിനൽ GDPനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്യുന്നു, റിയൽ GDPനെ നമ്മൾ സ്മോൾ ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് GDP ഡിഫ്ലേറ്റ് എന്ന് പറയുന്ന റേഷ്യോ ബിറ്റ്വീൻ GDP, അതായത് നോമിനൽ GDP ആൻഡ് റിയൽ GDP ആണ്. എന്താണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്, നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇത് ഈ ഒരു തിയറി പോലെയും നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോമിനൽ ആൻഡ് റിയൽ GDP എന്താണ് എന്ന് ചോദിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, പിന്നെ അതുപോലെ GDPയിൽ നിങ്ങൾക്ക് തിയറി വരാൻ പോകുന്ന 4 or 5 മാർക്സിന് വരാൻ പോകുന്ന മെയിൻലി എന്താണ്, വാട്ട് ഇസ് GDP ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നോമിനൽ ആൻഡ് റിയൽ GDP. നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ കൂടെ ഇവർ ചോദിച്ചേക്കും എന്താണ്, GDP ഓഫ് എ കൺട്രി ബി ടേക്കൺ ആസ് ആൻ ഇൻഡെക്സ് ഓഫ് ദി വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് കൺട്രി. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, വെൽഫെയർ
വെൽഫെയർ ഓഫ് ഇൻഡെക്സ് ആയിട്ട് GDP കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി 8 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് അവരൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ GDP എന്താണെന്നുള്ളതൊക്കെ നോമിനൽ ആൻഡ് റിയൽ GDP പറഞ്ഞു. പിന്നെ എന്താണ് GDP ആൻഡ് ഇറ്റ്സ് ഗ്രോത്ത് റേറ്റ് എലോൺ cannot be considered as an indicator of development. എന്താണ് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ ഇതിനെ മാത്രം വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ദർ ക്യാൻ ബി സിറ്റുവേഷൻസ് where GDP growth doesn't lead to promotion of welfare. GDP നല്ലോണം കൂടി പോകുന്നുണ്ട്, പക്ഷേങ്കിൽ പ്രൊമോഷൻ ഒന്നും സംഭവിക്കുന്നില്ല, വെൽഫെയർ പ്രൊമോഷൻ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള സാഹചര്യങ്ങളും വരാം. ഓക്കെ, അപ്പോൾ അതിന്റെ റീസൺസ് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇൻഇക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ ഇൻഇക്വാലിറ്റി വരും. ഇപ്പം നമ്മൾ അംബാനിയുടെ ബിസിനസ് ഭയങ്കരമായിട്ട് ആള് ഈ പറയുന്ന പോലെ കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ GDP അത് ഡെഫിനറ്റ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ വെൽഫെയർ, എല്ലാവരുടെയും വെൽഫെയർ ഭയങ്കര നന്നായി നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ ഇൻഇക്വാലിറ്റി ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഉണ്ട്. പിന്നെ GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, ഇവിടെ ഉള്ള പല നോൺ മോണിറ്റൈസ് ചെയ്യാത്ത പല കാര്യങ്ങളും GDP നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. വെൽഫെയർ ഓഫ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അവിടെ അതും കൂടി കൺസിഡർ ചെയ്യേണ്ടതാണ്. പിന്നെ GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്, അത് എക്സ്റ്റേണാലിറ്റീസും GDP പലതും ഒഴിവാക്കപ്പെടുന്നുണ്ട്. പിന്നെ GDP ആൻഡ് ഹാംഫുൾ ഗുഡ്സ്, നമ്മളിപ്പം പല കെമിക്കൽസും അങ്ങനെയുള്ള ഹ്യൂമൻ ലൈഫിന് ആക്ച്വലി ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ പോലും നമ്മൾ പല ഇൻഡസ്ട്രീസിൻ്റെയും ഭാഗമായിട്ട് പ്രൊഡക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടിയാലും നമ്മുടെ GDP ഇൻക്രീസ് ആവാം, അല്ലേ? GDP ഇൻക്രീസ് ആവും. പക്ഷേ എന്ന് വെച്ചിട്ട് അത് വെൽഫെയറും ബെറ്റർ ആയെന്നാണോ? അല്ല, വെൽഫെയറിന് ആക്ച്വലി അത് കുറച്ചും കൂടി റിസ്കി ആവുക ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ 4 സിറ്റുവേഷൻസും കൂടി നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ 8 മാർക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്ററും കഴിഞ്ഞു. തേർഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മെയിൻലി വരുന്നത് മോസ്റ്റ്ലി essay ക്വസ്റ്റ്യൻ ഓർ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന മോണിറ്ററി പോളിസിയാണ്. അതായത് RBI യൂസ് ചെയ്യുന്ന മോണിറ്ററി ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അത് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ബാങ്ക് റേറ്റും സ്റ്റെറിലൈസേഷൻ, റിസർവ് റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഓരോന്ന് ബാങ്ക് റേറ്റ് എന്താണ്? ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് ഗിവ്സ് ലോൺ ടു ദി കമേഴ്ഷ്യൽ ബാങ്ക്. അതായത് RBI ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? RBI കമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന ലോൺസിന്റെ റേറ്റ് ആണ് ബാങ്ക് റേറ്റ്. അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന നമ്മുടെ മണി സർക്കുലേഷൻ ഇഷ്യൂസ് വരിക, ഇൻഫ്ലേഷൻ അഥവാ ഡീഫ്ലേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റിന്റെ ബിഹാഫിൽ RBI ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെന്ന് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്യുക, ഷെയർസ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ബോണ്ട് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അത് വിൽക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് പറയുന്നത്. അതിൽ ഔട്ട്റൈറ്റ് സെയിലും ഉണ്ട്, റീപർച്ചേസ് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളതുണ്ട്. അതായത് കുറച്ച് ഷെയർസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒരാൾക്ക് സെയിൽ ചെയ്യുന്നു, അത് സെയിൽ ചെയ്ത് പോയി, അത് അവിടെ വൺ ടൈം പ്രോസസ്സ് പോലെ അത് അവിടെ കഴിയുന്ന കാര്യങ്ങളും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ റീപർച്ചേസ് എഗ്രിമെന്റ് വെച്ചിട്ടുള്ള സെയിലും നടത്താറുണ്ട്. റീപർച്ചേസ് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം സെയിൽ ചെയ്തു, നമ്മൾ സെയിൽ ചെയ്തിട്ട് നമ്മൾ ആ സെയിൽ ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് എന്താ പറയുന്നത്? നെക്സ്റ്റ് ഇയറിൽ ഇന്ന ടൈമിൽ ഇത് നമ്മൾ തിരിച്ചു മേടിക്കാം എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റും കൂടി വെക്കുകയാണ്. അപ്പോൾ അത് അവിടെ വൺ ടൈം തീരുന്നില്ല, നെക്സ്റ്റ് ഇയറിൽ നമ്മൾ വീണ്ടും ഇത് തിരിച്ചു മേടിക്കാനായിട്ടും കൂടി വരുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ റീപർച്ചേസ് എഗ്രിമെന്റ് പറയുന്നത്. പിന്നെ റിസർവ് റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്. ലിക്വിഡായിട്ട് മണി കീപ്പ് ചെയ്യേണ്ടതിൻ്റെ റേറ്റും ഉണ്ട്, ക്യാഷ് റിസർവ് റേഷ്യോയും ഉണ്ട്. പിന്നെ സ്റ്റെറിലൈസേഷൻ മെഷേഴ്സും ഉണ്ട്. അതായത് സപ്ലൈ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്താ പറയുക, ഡയറക്ട്ലി RBI ഇൻ്റർവ്യൂൻ ചെയ്യുന്ന രീതിയിലുള്ള മെഷേഴ്സും ഉണ്ട്. പിന്നെ ക്വാളിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാളിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു റൂൾസ് എന്നുള്ളതിനപ്പുറത്തേക്ക് മോർ ദാൻ റൂൾസ്, ഇത് ഒരു പ്രോപ്പർ ഒരു ഗൈഡൻസ്, കമ്പൽസറി അല്ലാത്ത കുറച്ച് ഗൈഡൻസ് കൊടുക്കുക പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി മോറൽ സുവേഷൻസ് ആൻഡ് മാർജിൻ റിക്വയർമെൻറ്റ്സ് എത്ര വേണ്ടതെന്നൊക്കെ ഉള്ളത് അതൊരു ഗൈഡൻസ് കൊടുക്കുകയാണ്. ഒരു കമ്പൽസറി റൂളാണെന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കില്ല, ഒരു പ്രോപ്പർ ഒരു സപ്പോർട്ടീവ് മെഷറായിട്ട് RBI ചെയ്യുന്ന കാര്യങ്ങൾ കമേഴ്ഷ്യൽ ബാങ്ക്സിന് വേണ്ടിയിട്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റേറ്റീവ് ടൂൾസ്. ആക്ച്വലി ഇതും എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മണി സപ്ലൈനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫങ്ഷൻസ് ആണ്. അത് ചെറിയ മാർക്കിന് 3 മാർക്സിനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്? ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, ക്രെഡിറ്റ് കൊടുക്കുക, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെയ്യുക, ക്രെഡിറ്റ് ക്രിയേഷൻ ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുക, ഇതൊക്കെയാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊന്ന് അറിഞ്ഞിരിക്കുക, ചെറിയ മാർക്കിന് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ M1, M2, M3 അതിന്റെ പ്രോബ്ലം വന്നേക്കാം കേട്ടോ, മേ ബി. അപ്പോൾ ആ ഒരു ഏരിയയും കൂടി ഒന്ന് നോക്കി വെക്കുക.
പിന്നെ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അത് ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. ഇൻകം ഡിറ്റർമിനേഷനിൽ കൂടുതലും പ്രോബ്ലംസ് ആണ് ചോദിക്കാറുള്ളത്. ആ പ്രോബ്ലംസ് ആയിട്ടും തിയറി ആയിട്ടും ഒക്കെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്ത് ഈ പറയുന്ന APC, MPC, APS, MPS എന്ന് പറയുന്ന സാധനങ്ങൾ. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതായത് കൺസംഷനും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, നമ്മുടെ ഇൻകത്തിനനുസരിച്ച് കൺസംഷനിൽ എന്ത് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് APC. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻകം കൂടുകയോ കുറയോ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സേവിങ്സിൽ എന്ത് ചേഞ്ച് വരുന്നു അല്ലേ. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻ ചേഞ്ച് വരുന്നു എന്നുള്ളതല്ല, അത് തമ്മിലുള്ള റിലേഷനാണ് APS. MPC വരുമ്പോഴാണ് മാർജിനൽ വരുമ്പോഴാണ് എന്ത് നമ്മുടെ ചേഞ്ച് എടുക്കുന്നത്, അതായത് നമ്മുടെ ഇൻകത്തിൽ വന്ന ചേഞ്ചിനനുസരിച്ച് നമ്മുടെ കൺസംഷനിൽ എന്ത് ചേഞ്ച് വന്നു. അതുപോലെ MPSലേക്ക് വരുമ്പോൾ ഇൻകത്തിൽ വന്ന ചേഞ്ചിനനുസരിച്ച് നമ്മുടെ സേവിങ്സിൽ എത്ര ചേഞ്ച് വന്നു, അതാണ് ഈ പറയുന്നത് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ APC പ്ലസ് APS എന്താണ് ഇസ് ഈക്വൽ ടു 1 ആണ്. അതുപോലെ തന്നെ MPCയും MPSും ആഡ് ചെയ്ത് അത് ഈക്വൽ ടു 1 ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഇത് തിയററ്റിക്കലായിട്ടും നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ പറയേ എന്താണ് APC എന്താണ് MPS എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയേ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ വരാം തിയററ്റിക്കലായിട്ട്. പിന്നെ ഇതൊക്കെ പ്രോബ്ലംസ് ആണ് കൂടുതലും. ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ അഥവാ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറും പ്രോബ്ലം ആയിട്ടാണ് വരിക. അപ്പോൾ അതെന്താണെന്ന് മാത്രം അതിൻ്റെ ഇക്വേഷൻ നോക്കി വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതല്ലാതെ നിങ്ങൾക്ക് മൈക്രോയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാറ്റി വെച്ച ഏരിയാസ് മാത്രമല്ല അതിന് മുന്നേ ഉള്ള പോർഷൻസിനും കുറച്ച് ചെറിയ പെർസെൻറ്റേജിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അല്ലേ, ചെറിയൊരു പെർസെൻറ്റേജിന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ മോസ്റ്റ്ലി വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓൾ ദോസ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ് ദാറ്റ് ഗിവ്സ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ടു ദി കൺസ്യൂമറിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന 2 ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൺസ്യൂമർ എപ്പോഴും എന്താണ് ഇൻഡിഫറൻറ്റ് അഥവാ ന്യൂട്രൽ ആയിരിക്കും ടുവേർഡ്സ് ദോസ് വേരിയസ് കോമ്പിനേഷൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്താന്നുള്ള നോക്കി വെക്കുക. അപ്പോൾ ഇൻഡിഫറൻസ് കർവിനെ നിങ്ങൾക്ക് ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് ഇസ് ദി ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് റെപ്രസെന്റിംഗ് വേരിയസ് കോമ്പിനേഷൻസ് ഓൾസോ കോൾഡ് ബണ്ടിൽസ് ഗിവിംഗ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ടു വിച്ച് എ കൺസ്യൂമർ ഇസ് ഇൻഡിഫറൻറ്റ്. ഈ ഒരു ഗ്രാഫും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് ഇതുപോലെ ഗ്രാഫ് വരച്ചിട്ട് അത് എഴുതാം. പിന്നെ ഇൻഡിഫറൻസ് മാപ്പ് ഉണ്ട്, അതായത് മൾട്ടിപ്പിൾ ഇൻഡിഫറൻസ് കർവ്സ് ഒരുമിച്ച് വരുന്നതിന് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നു. ഇതിൽ മെയിൻലി വരാൻ പോകുന്ന ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് ആയിരിക്കും കൂടുതലും ചോദിക്കുക. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താണ്, സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഇതിനുണ്ടാവുക. പിന്നെ ഹയർ ഇൻഡിഫറൻസ് കർവ് ഗിവ്സ് ഗ്രേറ്റർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി, അതായത് ഈ കാണുന്ന ഇൻഡിഫറൻസ് കർവ്സിൽ ഈ ലാസ്റ്റുള്ള ഈ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താണ്, ഹയർ ഇൻഡിഫറൻസ് കർവ് ആണ്. ഇതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ഗ്രേറ്റർ ലെവൽ ആയിരിക്കും, ഡെഫിനറ്റ്ലി ആയിരിക്കും. പിന്നെ 2 ഡിഫറെന്റ് കർവ്സ് എന്ത് ചെയ്യുന്നില്ല, പരസ്പരം ഇന്റർസെക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് മാപ്പ് ഇങ്ങനെ തന്നെ വന്നത്. ഇത് പരസ്പരം എന്തായാലും കൂട്ടിമുട്ടില്ല, ഇത് പാരലൽ ആയിട്ട് തന്നെ പോകത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ആ ഒരു ഫീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് മോസ്റ്റ്ലി ഇൻഡിഫറൻസ് കർവിന്റെ കാര്യത്തിൽ ചോദിക്കുക. പിന്നെ അതുപോലെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിന്റെ എന്താണ് സ്ലോപ്പിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിനെ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും മേ ബി ചോദിച്ചേക്കാം. പിന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ത്രൂ ഇൻഡിഫറൻസ് കർവ്, അതായത് കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ നമുക്ക് ഈ പറയുന്ന ഇൻഡിഫറൻസ് കർവിലൂടെ, അതായത് അവരുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമം ആക്കുന്ന പോയിന്റിലാണോ കൺസ്യൂമർ ഡെഫിനറ്റ്ലി ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അപ്പോൾ ഇത് ഇൻഡിഫറൻസ് കർവ് വെച്ചിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, എ കൺസ്യൂമർ ഇസ് സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം വെൻ ദേ അറ്റൈൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അപ്പോൾ അത് നമുക്ക് അറിയണമെങ്കിൽ അറ്റൈൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പ്ലസ് എന്താണ് അവർക്ക് ഉള്ള അവരുടെ കയ്യിലുള്ള ബജറ്റിനനുസരിച്ച് എന്താണ് ബജറ്റ് എത്രയാണോ അതിലും തന്നെ അവർക്ക് മാക്സിമം ഇപ്പം എൻ്റെ കയ്യിൽ 10,000 രൂപ, 10,000 രൂപയെ എൻ്റെ കയ്യിലുള്ളൂ, അതിൽ കൂടുതൽ ചിലവാക്കാനില്ല. ആ 10,000 രൂപയ്ക്ക് ദി ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ എനിക്ക് ഇക്വിലിബ്രിയമാണ്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ കൊടുത്തത് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നില്ല. അപ്പോൾ ആ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എത്തുന്ന പോയിന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻഡിഫറൻസ് കർവും അതേപോലെ തന്നെ ബജറ്റ് ലൈൻ ഉണ്ടല്ലേ, നമ്മുടെ ബജറ്റ് എത്രയാണെന്നല്ല. അപ്പോൾ ഈ ബജറ്റ് ലൈനും നമ്മുടെ ഇൻഡിഫറൻസ് കർവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആയിരിക്കും എന്ത്, ഈ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പറയുന്നതിന് ഡിഫറെന്റ് കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയത്തിൽ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി ടാൻജന്റ് ടു ദി ബജറ്റ് ലൈൻ, അതായത് ഇത് 2 ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം, ടാൻജന്റ് ടു ദി ബജറ്റ് ലൈൻ ആയിരിക്കണം. ദി സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് ഇസ് ഈക്വൽ ടു ദി സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. അത് പോയിന്റ് അങ്ങനെ വരുന്ന അതുകൊണ്ടാണല്ലോ സ്ലോപ്പ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പും ബജറ്റ് ലൈനിന്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കണം. സോ രണ്ടും എന്താണ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന് ഈക്വൽ ആണ് ബജറ്റ് ലൈനിന്റെ സ്ലോപ്പ് വരുന്നതെങ്കിൽ അവിടെയും എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു -P1 ഡിവൈഡഡ് ബൈ P2 അല്ലെ. 2 കമ്മോഡിറ്റീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഫസ്റ്റ് കമ്മോഡിറ്റീന്റെ പ്രൈസ് 1 - പ്രൈസ് 1 ഡിവൈഡഡ് ബൈ P2 ചെയ്താൽ മതി, പ്രൈസ് 2 ചെയ്താൽ മതി.
അപ്പോൾ അത്രയുമാണ് എന്ത് ഇൻഡിഫറൻസ് കർവിൽ വരുന്നത്. പിന്നെ നമുക്ക് മൈക്രോയില് തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മുടെ എക്സാമിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പോർഷനിൽ എന്തായാലും ചോദിച്ചേക്കാവുന്ന ഒരു ഏരിയ ആണ് എന്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനിൽ തന്നെ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അതായത് മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, അതൊരു ഫീച്ചറാണ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഹോമോജീനിയസ് പ്രോഡക്ട്സ്, അത് രണ്ടാമത്തെ ഫീച്ചറാണ്. എല്ലാവരും വിൽക്കുന്ന സെയിം പ്രോഡക്റ്റ് ആണ്, യൂണിഫോം പ്രൈസിലാണ്, അത് മൂന്നാമത്തെ ഫീച്ചറാണ്. 3 ഫീച്ചേഴ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണ്, യൂണിഫോം പ്രൈസിലാണ്. പിന്നെ വരുന്ന എന്താണ് സെല്ലർ ഇസ് എ പ്രൈസ് ടേക്കർ. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലും വരും. സെല്ലർ എന്താണ് എപ്പോഴും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെല്ലർ എപ്പോഴും എന്താണ് പ്രൈസ് ടേക്കർ ആണ് എന്നുള്ള ഓർത്ത് വെക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ വരും. പിന്നെ പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ മാർക്കറ്റ്, മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പെർഫെക്റ്റ് നോളജ് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. ആർക്കും എപ്പോൾ വേണമെങ്കിലും അവിടെ വന്ന് ബിസിനസ് ചെയ്യാം, അത് നിർത്തിയിട്ട് വേണമെങ്കിൽ പോവാം. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കാര്യത്തിലും ഫ്രീ ആയിട്ടുള്ള ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് അവിടെ ഉണ്ട്. ആൻഡ് ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന്റെ ഒരു ആബ്സെൻസും അവിടെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്നത് എന്താണ് ഫീച്ചേഴ്സ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ. അതെന്തായാലും അറിഞ്ഞിരിക്കണം. 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ചെറിയ മാർക്കിന് 2 മാർക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ് ഒക്കെ. അപ്പോൾ ഈ പറയുന്ന ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കണം. ഷോർട്ട് റണ്ണിൽ ഫേമിന്റെ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് മിനിമം പോയിന്റ് ഓഫ് AVC അറ്റ് വിച്ച് പ്രൈസ് ഇസ് ഈക്വൽ ടു AVC. പ്രൈസ് AVCക്ക് ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഷോർട്ട് റണ്ണിൽ ഷട്ട് ഡൗൺ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ആൻഡ് SMC കർവ് കട്ട്സ് AVC കർവ്. അതായത് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് എന്ത് ചെയ്യുന്നുണ്ട് AVCനെ ഇവിടെ അങ്ങനെ കട്ട് ചെയ്യുന്നും കൂടി ഉണ്ട്. ആ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് പറയുന്നു ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ലോങ് റണ്ണിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മിനിമം പോയിന്റ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് അറ്റ് വിച്ച് price is equal to long run average cost and long run marginal cost curve cuts long run average cost curve. സെയിം കാര്യം ലോങ് റണ്ണിലേക്ക് വരുന്ന സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അവിടെയാണ് എന്ത് നമ്മുടെ ലോങ് റൺ ഷട്ട് ഡൗൺ പോയിന്റ് വരുന്നത്. അപ്പോൾ ആ ഷട്ട് ഡൗൺ പോയിന്റ് ഗ്രാഫ് വരയ്ക്കാനായിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. പിന്നെ നോർമൽ പ്രോഫിറ്റ് ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദ മിനിമം പോയിന്റ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് അറ്റ് വിച്ച് സപ്ലൈ കർവ് കട്ട്സ് ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഇസ് ദി ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് മിനിമം പോയിന്റ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ മിനിമം ഏറ്റവും മിനിമം അതായത് ഇവിടെയാണല്ലോ എന്തായാലും കൂട്ടത്തിൽ ഇങ്ങനെ വരുമ്പോൾ ആ മിനിമം പോയിന്റിൽ സപ്ലൈ കർവ് അതിനെ കട്ട് ചെയ്യുന്നത് ലോങ് റൺ മാർജിനൽ കോസ്റ്റിന്റെ അപ്പർ പോർഷൻ ആണ് സപ്ലൈ കർവ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ സപ്ലൈ കർവ് അതിനെ കട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഈക്വൽ ആവുന്ന പോയിന്റ് അത് പറഞ്ഞിരിക്കുക. പിന്നെ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ചാപ്റ്ററിൽ മെയിൻലി സപ്ലൈ കർവിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം. ടെക്നോളജി, ഇൻപുട്ട് പ്രൈസ്, യൂണിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ടെക്നോളജി എന്താണ് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഇൻപുട്ട് പ്രൈസും അതുപോലെ തന്നെ യൂണിറ്റ് ടാക്സും നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ ടെക്നോളജി ഇംപ്രൂവ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി സപ്ലൈയും അതുപോലെ നമുക്ക് പെട്ടെന്ന് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സപ്ലൈയും അതുപോലെ തന്നെ എന്താവും ഇംപ്രൂവ് ആവും. എന്നാൽ ഇൻപുട്ട് പ്രൈസ് കൂടുമ്പോൾ നമ്മൾ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കുറയാണ് ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പെർ യൂണിറ്റ് കൊടുക്കേണ്ട ടാക്സ് കൂടാണ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു യൂണിറ്റിന് നമ്മൾ 1 രൂപ കൊടുക്കേണ്ടടുത്ത് 2 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കൂടുമ്പോൾ പെർ യൂണിറ്റ് ടാക്സ് കൂടുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും സപ്ലൈ കുറയുക ചെയ്യുക. അപ്പോൾ അത് രണ്ടും നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കണം. ഈ ഒരു ഗ്രാഫും കൂടി നിങ്ങൾ വരയ്ക്കാൻ നോക്കി വെക്കണം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അടുത്ത ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മെയിൻലി എക്സാമിന് വരുന്ന 5 മാർക്സിനൊക്കെ എപ്പോഴും ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈവൻ 8 മാർക്കിന് വരെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ഫ്ലോർ ആൻഡ് പ്രൈസ് സീലിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു പ്രൈസ് ഫ്ലോറും അതുപോലെ തന്നെ പ്രൈസ് സീലിങ്ങും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ പ്രൈസ് ഫ്ലോർ അഥവാ സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്നത് പോലെ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് മെയിൻലി നമ്മുടെ ഫാമേഴ്സിൻ്റെ ഒക്കെ ഒരു താല്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രൈസ് ഫ്ലോർ വെക്കുന്നത്. അതായത് ഗവൺമെൻറ് അനൗൺസ് എ മിനിമം പ്രൈസ് ഫോർ ദിയർ പ്രൊഡക്റ്റ്. അതായത് ഇപ്പോൾ ഒരു തക്കാളി ആണെങ്കിൽ ആ തക്കാളിക്ക് മിനിമം 20 രൂപയ്ക്ക് അത് വിൽക്കണം, അതിൽ കുറച്ച് പൈസയ്ക്ക് അത് വിൽക്കാൻ പാടില്ല എന്ന് പറയാം. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ അവസാനം എന്താണ് അതിന് കൃത്യമായിട്ട് അവർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിട്ടേൺ പോലും അവർക്ക് കിട്ടുന്നില്ല, അവർ അത് സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ അതുപോലെ ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിനിമം പ്രൈസ് വെക്കുന്നത്. അപ്പോൾ ഇത് ഹയർ ദാൻ ദി മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും ഈ പറയുന്ന മിനിമം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മിനിമം പ്രൈസ് ഫിക്സേഷൻ ആണ് പ്രൈസ് ഫ്ലോറിൽ വരുന്നത്. കോക്കനട്ട്, പെപ്പർ, റബ്ബർ എന്നൊക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങളിലാണ് ഇത് വരിക. ആൻഡ് ദിസ് ഈസ് ദ സപ്പോർട്ട് പ്രൈസ് പോളിസി ഫോർ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് പ്രൈസ് പോളിസിയാണ്. ഇനി അതിൻ്റെ ഗ്രാഫ് നിങ്ങളൊന്ന് എന്തായാലും വരച്ച് കാണിച്ചു കൊടുക്കുക. ഈ പറയുന്ന പോലെ മിനിമം മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടിയ പ്രൈസ് ആയിരിക്കും എന്താ P1 എന്ന് പറയുന്നത്. ആ ഒരു എക്സസ് സപ്ലൈ അപ്പോൾ വരുന്നതായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും വരച്ച് കാണിച്ചു കൊടുക്കണം. പിന്നെ ഇതിൽ ഈ ഒരു എക്സസ് സപ്ലൈ അല്ലെ നമ്മൾ മിനിമം പ്രൈസ് ഫിക്സ് ചെയ്ത് എല്ലാവർക്കും ഒരു സമാധാനം എന്തായാലും മിനിമം റിട്ടേൺ കിട്ടും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും
കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, സപ്ലൈ ചെയ്യും. അപ്പോൾ എക്സസ് സപ്ലൈ വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താവാന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ പറയുന്നത് പോലെ എക്സസ് സപ്ലൈ ഉണ്ട്, പക്ഷെ വാങ്ങിക്കാൻ ആൾക്കാർ മാർക്കറ്റിൽ റെഡി ആവുന്നില്ലെങ്കിൽ അത് ഗവൺമെൻറ് അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതങ്ങനെ ഗവൺമെൻറ് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വീണ്ടും നമ്മുടെ പ്രൈസ് വീണ്ടും പഴയ ലെവലിലേക്ക് തന്നെ മാറ്റേണ്ടി വരും, അല്ലാതെ വേറൊരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. ഓക്കെ, പിന്നെ പ്രൈസ് സീലിംഗ് അഥവാ കൺട്രോൾ പ്രൈസ് വരുന്നുണ്ട്. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. അതായത് നമ്മൾ പലപ്പോഴും പല പ്രോഡക്റ്റും വാങ്ങുമ്പോൾ നമുക്ക് അൺറീസണബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രൈസ് ഒക്കെ ചിലപ്പം പറയും അല്ലേ ചില സെല്ലേഴ്സ്, അതായത് ഇത്ര രൂപയ്ക്കേ വിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ മക്കളെ, അതായത് ഇപ്പം അരി, പഞ്ചസാര, മണ്ണെണ്ണ എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യന് ജീവിച്ച് പോകുമ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് ഇവിടെ വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ ഈ പറയുന്നത് പോലെ ഞാൻ 100 രൂപയ്ക്ക് തരുള്ളൂ എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് കൊടുക്കേണ്ട സാധനം 100 കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിക്കുന്ന ആളല്ലേ, കൺസ്യൂമേഴ്സ്, നമുക്ക് എന്താണ് അത് ബുദ്ധിമുട്ടാണ്, ഇത്രയും വലിയ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്രൈസ് അഥവാ പ്രൈസ് സീലിംഗ് വരുന്നത്. ഇവിടെ ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും, മാർക്കറ്റിൽ പറയുന്ന പ്രൈസിനേക്കാൾ കുറവായിരിക്കും. ആൻഡ് ഇതെന്ന് വെച്ചാൽ മാക്സിമം പ്രൈസ് ഫിക്സേഷൻ ആണ് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. റൈസ്, ഷുഗർ, കെറോസിൻ, വീറ്റ് അതുപോലുള്ള കാര്യങ്ങളിലാണ് ഇത് വരുന്നത്. ഇവിടെ നമ്മൾ ഈ പ്രൈസ് ഇങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് എന്താണ് എക്സസ് ഡിമാൻഡ് ആണ് വരിക. അപ്പോൾ പ്രൈസ് കുറവ്, അപ്പോൾ നമുക്ക് അരി റേഷൻ കടയിൽ നിന്ന് കുറഞ്ഞ പ്രൈസിൽ കിട്ടുമ്പോൾ എന്താണ് നമ്മൾ കൂടുതൽ എപ്പോൾ നോക്കിയാലും നിങ്ങൾ നോക്കിക്കോളൂ, റേഷൻ കടയിൽ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ക്യൂ ഉണ്ടാവില്ല, ഒരുപാട് പേര് അത് വാങ്ങിക്കാനുണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് അത്രയും കുറച്ച് അവിടെ കിട്ടുമ്പോൾ അവർ റീസണബിൾ പ്രൈസിന് കിട്ടുമ്പോൾ എല്ലാവരും പോയി വാങ്ങിക്കും അല്ലേ. അപ്പോൾ അവിടെ ഡിമാൻഡാണ് കൂടുന്നത്, ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ പറയുന്ന പ്രൈസ് സീലിംഗ് ഫിക്സ് ചെയ്യുമ്പോൾ വരുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷൻ കടയിൽ ഈ പറയുന്ന പോലെ ലോങ് ക്യൂസ് ആയിരിക്കും. അപ്പോൾ പലപ്പോഴും പല റേഷൻ കടയിലൊക്കെ നിങ്ങൾ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാറുണ്ടായിരിക്കും, ചിലരെന്ത് ചെയ്യും ഈ പറയുന്ന പോലെ ഈ അരിയൊക്കെ എടുത്ത് പൂഴ്ത്തി വെക്കും. അതായത് സ്റ്റോക്ക് ഇല്ല എന്ന് കള്ളം പറഞ്ഞിട്ട് ഇതെടുത്ത് പൂഴ്ത്തി വെക്കും, സ്റ്റോക്ക് തീർന്നു പോയി എന്ന് കള്ളം പറഞ്ഞ് ഇതെടുത്ത് പൂഴ്ത്തി വെക്കും. അപ്പോൾ എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഈ പറയുന്ന അരി ഇല്ല എന്നുള്ളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് അങ്ങനെ ഒരു തോട്ട് അവർ കൊണ്ടുവരും. എന്നിട്ട് അവർ ബ്ലാക്ക് മാർക്കറ്റിൽ പുറകിൽ വേറെ ആരും അറിയാണ്ട് കൂടുതൽ പൈസ തരാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ അരി വിൽക്കും. ഓക്കെ, അങ്ങനെയുള്ള ബ്ലാക്ക് മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ ടേബിൾ വരച്ച് പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ എഴുതണം. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പർ ലിമിറ്റ് ഓൺ പ്രൈസ് ഓഫ് എ ഗുഡ് ആണ്. എന്താണ് അപ്പർ ലിമിറ്റ് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മാക്സിമം പ്രൈസ് എത്രയാണ് എന്നുള്ളത്, മാക്സിമം എത്ര പൈസ വരെ വിൽക്കാം. അതുപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്, മിനിമം എത്ര രൂപ കൊടുക്കണം എന്നുള്ളതാണ് പ്രൈസ് ഫ്ലോറിൽ പറയുന്നത്. പ്രൈസ് സീലിംഗിൽ മാക്സിമം പ്രൈസ് ഫിക്സേഷൻ ആണെങ്കിൽ പ്രൈസ് ഫ്ലോറിൽ മിനിമം പ്രൈസ് ഫിക്സേഷൻ ആണ്. പ്രൈസ് സീലിംഗിൽ എന്താണ് മാർക്കറ്റ് പ്രൈസിന് താഴെയുള്ള ഒരു പ്രൈസ് ആയിരിക്കും, പ്രൈസ് ഫ്ലോറിലാണെങ്കിൽ എന്താണ് എബവ് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും ആ മിനിമം പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് സീലിംഗ് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് ഫ്ലോർ പ്രൊഡ്യൂസേഴ്സിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ റൈസ്, ഷുഗർ, കെറോസിൻ മുതലായ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും അനിവാര്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്കാണ് അത് വെക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് കോക്കനട്ട്, പെപ്പർ പോലുള്ള ചിരിയൂടി നല്ലതായിട്ട് മാർക്കറ്റിൽ എപ്പോഴും ലക്ഷറിയസ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് എന്ത് ഈ പറയുന്ന പ്രൈസ് ഫ്ലോർ നമ്മൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ട് തിയറി പാർട്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാണ്ട്. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ എന്തായാലും പഠിക്കണം. ബാക്കി കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ഉണ്ട്, പക്ഷേ മോസ്റ്റ്ലി എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് മൊത്തം നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലപോലെ ഇരുന്നിട്ട് എല്ലാവരും പഠിച്ചെടുക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.